ഇന്ത്യൻ ഭരണഘടനയിൽ 25 പാർട്ടുകൾ ഉണ്ട്. ഇതിൽ 20-ാം പാർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. പരിശോധിക്കാം. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. പാർട്ട് 20-ൽ ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആർട്ടിക്കിൾ 368. ഈ 368-ാം ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതിപ്പെടുത്തുവാൻ, അമെൻഡ് ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത്. 3 തരത്തിൽ ഭേദഗതികൾ ഉണ്ട്. ഒന്നാമത്തേത് സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം ഉപയോഗിച്ചുള്ള ഭേദഗതിപ്പെടുത്തലാണ്. ആർട്ടിക്കിൾ 368-ൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ഇത്തരത്തിൽ ഒട്ടനവധി തവണ ഭരണഘടന പാർലമെൻറ്റ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റം മുതലായ കാര്യങ്ങളാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് ഭേദഗതി നിലവിൽ വരുത്താറുണ്ട്. അംഗങ്ങളിലെ 51% പേരുടെ പിന്തുണ ലഭിച്ചാൽ അത് കേവല ഭൂരിപക്ഷം അഥവാ സിമ്പിൾ മെജോറിറ്റി ആയി കണക്കാക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഈ സിമ്പിൾ മെജോറിറ്റി പോരാ. അവിടെ ഒരു സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. എന്താണ് ഈ പ്രത്യേക ഭൂരിപക്ഷം? ഒരു സഭയിലെ പകുതിയിൽ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ ലഭിക്കുകയും വോട്ടിംഗ് ദിവസം ഹാജരാകുന്ന അംഗങ്ങളിൽ 2/3 പേരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്താൽ അതിനെയാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അമെൻമെൻറ്റുകൾ നടന്നിട്ടുള്ളത് ഈ രണ്ടാമത്തെ രീതിയായ പ്രത്യേക ഭൂരിപക്ഷം അനുസരിച്ചാണ്. മൂന്നാമത് ഒരു രീതി കൂടി ഭരണഘടനാ ഭേദഗതിക്കുണ്ട്. ഈ രീതി അനുസരിച്ച് പാർലമെൻറ്റിലെ ഇരു സഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി അമെൻമെൻറ്റ് പാസ്സായിരിക്കണം. കൂടാതെ 50% സംസ്ഥാന നിയമസഭകളെങ്കിലും ഈ അമെൻമെൻറ്റിനെ അനുകൂലിച്ച് പാസ്സാക്കിയിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടന ഭേദഗതി ചെയ്തത് 1951-ലാണ്. ഇതിനോടകം 106 തവണ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യാമെങ്കിലും അതിൻ്റെ അടിസ്ഥാന ഘടനയിൽ, ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അർഹതയില്ല. ഇത് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. 1973-ലെ പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറയുമ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെ നിരീക്ഷിച്ചത്.